ഈ കഥ നടക്കുന്നത് നോർത്ത് വെസ്റ്റ് ആഫ്രിക്കയിലെ മൗറിറ്റേനിയ എന്നൊരു സ്ഥലത്താണ്. 2001 ജർമ്മനിയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന് 2 മാസങ്ങൾക്ക് ശേഷം മൗറിറ്റേനിയയിൽ ഒരു വിവാഹം നടക്കുകയാണ്. കഥയിലെ മെയിൻ ക്യാരക്ടറായ മുഹമ്മദുവിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. അങ്ങനെ കല്യാണാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദുവിൻ്റെ അടുത്തേക്ക് കുറച്ച് ഉദ്യോഗസ്ഥർ വരും. ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാനാണ്, താൻ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയും. ഞാൻ ഡ്രസ് മാറി വരാമെന്ന് പറഞ്ഞ് മുഹമ്മദ് വീടിനുള്ളിലേക്ക് പോകും. വീടിനുള്ളിലെത്തി തൻ്റെ മൊബൈലിലെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്ത ശേഷം മുഹമ്മദ് ഡ്രസ്സ് മാറി പുറത്തേക്ക് വരും. എന്നാൽ പുറത്തേക്ക് വരുമ്പോൾ മുഹമ്മദുവിൻ്റെ ഉമ്മ വളരെയധികം വിഷമിച്ചുകൊണ്ട്, മോനെ ഇതെന്താ, ഇവരൊക്കെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. ഉമ്മ പേടിക്കേണ്ട, അതൊരു ചെറിയ കേസിന്റെ കാര്യത്തിന്, ഞാൻ ഇവരോടൊപ്പം പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് മുഹമ്മദ് കാറിൽ കയറിപ്പോകും. പക്ഷെ അതിനുശേഷം തങ്ങൾക്ക് പരസ്പരം ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് മുഹമ്മദുവിനും അവൻ്റെ ഉമ്മയ്ക്കും അറിയില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 2005 മെക്സിക്കോ. വക്കീലായ നാൻസി ഹോളണ്ട് കോർട്ടിൽ ഹാജരാവാൻ താമസിച്ചത് കൊണ്ട് കോടതിയിലേക്ക് അത്യാവശ്യമായി ഓടി വരികയാണ്. നാൻസി ഹോളണ്ട് കോടതിയിലെത്തിയപ്പോൾ നാൻസിയുടെ അസിസ്റ്റന്റായ ടെറി വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോടതിയൊക്കെ കഴിഞ്ഞ് പുറത്തിരിക്കുമ്പോൾ നാൻസിയുടെ പഴയ ഒരു ഫ്രണ്ട് അവിടേക്ക് വരും. എന്നിട്ട് 2001 മൗറിറ്റേനിയയിൽ നിന്നും മുഹമ്മദു എന്നൊരാളിനെ US പട്ടാളം പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ നാളിതുവരെ അയാൾക്ക് മേലെ ഒരു വിവരവും തന്നെ ഇല്ല. അയാളുടെ അമ്മ ഹേബിയസ് കോർപ്പസ് കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയുടെ ഗൊൻഡാമിനോ സെല്ലിലാണ് അവനുള്ളത്. താൻ എങ്ങനെയെങ്കിലും ഈ കേസിൽ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് നാൻസി ഹോളണ്ടിനോട് അയാൾ പറയും. അതിനുശേഷം തൻ്റെ ലോ ഫേമിലെത്തിയ നാൻസി ഈ കേസിനെ പറ്റി തൻ്റെ കൊളീഗ്സിനോടെല്ലാം പറയും. മുഹമ്മദ് കുറ്റക്കാരനോ കുറ്റക്കാരനല്ലാതെയോ ഇരിക്കട്ടെ, പക്ഷേ ഇത്രയും കാലമായി ആ കേസിൽ ഒരു ട്രയൽ പോലും നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ കേസ് എടുക്കുകയാണ്, എന്നെ ടെറി അസിസ്റ്റ് ചെയ്യണമെന്ന് ഹോളണ്ട് പറയും. എന്നാൽ ഇതേ സമയം US മറൈനർ ഓഫീസറായ സ്റ്റുവർട്ടിനെ കാണാൻ വേണ്ടി US ആർമി ജനറൽ വരും. അതിനുശേഷം അമേരിക്കയെ ഒരുപാട് ഉപദ്രവിക്കുന്ന അൽഖ്വയ്ദ തലവൻ ബിൻ ലാദന്റെ സംഘത്തിൽപ്പെട്ട ഒരുത്തൻ ഞങ്ങളുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്, പക്ഷേ ആവശ്യമായ തെളിവുകളില്ല. താങ്കളുടെ ഫ്രണ്ടിനെയും ഈ അൽഖ്വയ്ദ കൊന്നതല്ലേ, അതുകൊണ്ട് ഇവനെതിരെ എങ്ങനെയെങ്കിലും തെളിവ് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞ് മുഹമ്മദുവിന്റെ കേസ് ഡയറി ജനറൽ സ്റ്റുവർട്ടിന്റെ കയ്യിൽ കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ നാൻസി ഹോളണ്ടും ടെറിയും അമേരിക്കയുടെ ഏറ്റവും വലിയ ജയിലായ ഗൊൻഡാമിനയിലേക്ക് പോകും. വളരെയധികം ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു ജയിലാണ് അത്. ടെറിക്കും നാൻസി ഹോളണ്ടിനും അവിടെയുള്ള പട്ടാളക്കാർ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. മുഹമ്മദുവിനെ കാണാനെത്തിയ അവർ മുഹമ്മദുവിന് കുറച്ച് ഭക്ഷണവും വാങ്ങിയാണ് പോയത്. എന്നാൽ പട്ടാളക്കാർ ആ ഭക്ഷണവും ചെക്ക് ചെയ്ത ശേഷമാണ് അവരെ സെല്ലിലേക്ക് വിട്ടത്. അങ്ങനെ മുഹമ്മദിന്റെ സെല്ലിലെത്തിയ നാൻസിയും ടെറിയും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലന്മാരാണ്. അതിനുശേഷം ആ ഫുഡ് മുഹമ്മദിന് കൊടുക്കും. മുഹമ്മദ് അത് മണത്ത് നോക്കിയ ശേഷം മാറ്റിവെക്കും. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഇതേ ജയിലിൽ കഴിയുകയാണ്. യാതൊരു കേസും എന്റെ മേലിൽ അവർ ചുമത്തിയിട്ടില്ല. എന്റെ പേരിൽ ഒരു കേസ് ഉണ്ടെങ്കിലല്ലേ വക്കീലിന്റെ ആവശ്യമുള്ളൂ. ആദ്യം ജോർദാൻ, പിന്നെ അഫ്ഗാനിസ്ഥാൻ, ഇപ്പോൾ ഇവിടെയും. എത്ര കാലമായെന്നറിയുമോ ഞാൻ ഈ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ താൻ പേടിക്കേണ്ട, തന്റെ ഈ കേസ് US കോർട്ടിന് മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അതിന് താൻ ആദ്യം തന്റെ സ്റ്റോറി എന്നോട് പറയണം. ഇല്ല, അത് പറയാൻ കഴിയില്ല എന്ന് മുഹമ്മദ് പറഞ്ഞു. ഇവിടത്തെ മതിലിന് പോലും ചെവികളാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളത് ലെറ്റേഴ്സായി എനിക്ക് അയച്ചാൽ മതി. വക്കീലിന് ലെറ്റർ അയക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അതിനുശേഷം മുഹമ്മദിന്റെ കേസ് ഏറ്റെടുത്തു എന്നതിനുള്ള സൈനും വാങ്ങി അവർ ആ സെല്ലിൽ നിന്ന് ഇറങ്ങുന്നു. സെല്ലിൽ നിന്നിറങ്ങിയ നാൻസിയും ടെറിയും, അയാളുടെ കേസ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് അവിടെ നിന്ന പട്ടാളക്കാരിയോട് അവർ പറയും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ടെറി, മുഹമ്മദ് അവൻ്റെ അമ്മയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞല്ലോ, നമ്മൾ അവൻ്റെ അമ്മയെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ വേണ്ട, അവനെ നമ്മൾ വിശ്വസിക്കാറായില്ല. എന്നാൽ ഇതേ സമയം അമേരിക്കയിൽ ബോംബാക്രമണം നടത്തിയ 2 പേർ മുഹമ്മദിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്ന ഡീറ്റെയിൽ കൂടാതെ തന്നെ മുഹമ്മദിന്റെ ഫോണിലേക്ക് ബിൻ ലാദന്റെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്നും ഒരു കോളും വന്നിട്ടുണ്ട്. ഇത് കണ്ട സ്റ്റുവർട്ട് മുഹമ്മദിനെതിരെ കൂടുതൽ തെളിവുകൾ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുഹമ്മദിന്റെ ലെറ്റർ വെർജീനിയയിലെ US സെക്യൂരിറ്റി കൗൺസിലിൽ എത്തി എന്നറിഞ്ഞ് ടെറിയും നാൻസിയും അങ്ങോട്ടേക്ക് പോകും. ഒരു വലിയ ലെറ്റർ തന്നെ മുഹമ്മദ് അവർക്കായി എഴുതിയിട്ടുണ്ട്. നാൻസിയും ടെറിയും അത് വായിക്കാൻ തുടങ്ങും. 2002 ക്യൂബയിലെ അമേരിക്കൻ ആർമി സെല്ലിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനത്തിന്റെ കഥയാണ് അതിനകത്ത് മുഹമ്മദ് എഴുതിയിരുന്നത്. തന്നെ ഒരു പട്ടിയെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. തൻ്റെ ഫാദറിനോടൊപ്പം ഒട്ടകങ്ങളെ മേയ്ക്കാൻ പോകുമ്പോൾ പോലും താൻ ഇത്രയും ഏകാന്തത അനുഭവിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് ആ ലെറ്ററിൽ എഴുതിയിരുന്നു. ഒരിക്കൽ മുഹമ്മദുവിനെ ചോദ്യം ചെയ്യാനായി 2 പോലീസുകാർ വന്നു. ആദ്യം മുഹമ്മദുവിനോട് നന്നായി പെരുമാറിയെങ്കിലും പിന്നെ താൻ ജർമ്മനിയിൽ ഉണ്ടായിരുന്നപ്പോഴും അൽഖ്വയ്ദയുമായി ബന്ധമുണ്ടായിരുന്നില്ലേ എന്ന് അവർ തന്നോട് ചോദിച്ചു. എന്നാൽ എനിക്ക് അൽഖ്വയ്ദയുമായി യാതൊരു ബന്ധവുമില്ല.
ഒരിക്കൽ അവർ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു, അല്ലാതെ ഞാനും അവരുമായി യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം മുഹമ്മദ് വളരെയധികം വിവരിച്ചു തന്നെ നാൻസിക്ക് ലെറ്റർ എഴുതി. എന്നാൽ ഇതേ സമയം സ്റ്റുവർട്ട് പള്ളിയിൽ പോകുമ്പോൾ തൻ്റെ പഴയ ഫ്രണ്ടായ നിക്സന്റെ വൈഫ് ആൻസിയെ കാണും. നിക്സനെ കൊന്ന ആ അൽഖ്വയ്ദ തീവ്രവാദികളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ്റെ കേസാണ് താനിപ്പോൾ അന്വേഷിക്കുന്നതെന്നും നിക്സനെ കൊന്നതിന് പകരമായി ഞാൻ ഒരിക്കലും അവനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നും ആൻസിക്ക് സ്റ്റുവർട്ട് വാക്കു നൽകി. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ മുഹമ്മദിനെ നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്ലേസിലേക്ക് പട്ടാളക്കാർ കൊണ്ടുപോകും. എന്നാൽ അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭിത്തിയുടെ അപ്പുറത്ത് മറ്റൊരാളുണ്ട് എന്ന് മുഹമ്മദിന് മനസ്സിലാവും. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങുകയും നല്ല ഫ്രണ്ട്സ് ആകുകയും ചെയ്യും. എന്നാൽ ഇതേ സമയം സ്റ്റുവർട്ട് താൻ അന്വേഷിക്കുന്ന പ്രതിയുടെ കേസ് നാൻസി ഹോളണ്ട് എന്ന് പറയുന്ന വക്കീൽ ഏറ്റെടുത്തു എന്ന് അറിഞ്ഞ് നാൻസി ഹോളണ്ടിനെ പറ്റി അന്വേഷിക്കും. നിരപരാധികളായ ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലാണ് നാൻസി എന്ന് അയാൾക്ക് മനസ്സിലാകും. ഈ കേസിൽ താൻ അറിയാത്ത എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്ന സ്റ്റുവർട്ട് മുൻപ് ഈ കേസ് അന്വേഷിച്ചിരുന്ന അമേരിക്കൻ ടാസ്ക് ഏജൻസിയിലെ തൻ്റെ ഫ്രണ്ടായ നൈനാൻ മാത്യുവിനെ പോയി കാണും. എന്നാൽ താൻ അറിയാത്തതായി ഈ കേസിൽ യാതൊന്നും തന്നെ ഇല്ല. പക്ഷേ തൻ്റെ ഏജൻസിയുടെ റൂൾ അനുസരിച്ച് പുറത്തു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് എന്നും അത് ഈ കേസിനെ വലിയ തോതിൽ ബാധിക്കുന്നില്ല എന്നും നൈനാൻ സ്റ്റുവർട്ടിനോട് പറയും. എന്നാൽ ഇതേ സമയം മുഹമ്മദ് നാൻസിക്കായി കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ അയക്കുന്ന കത്തുകളെല്ലാം വെർജീനിയയിലെ പ്രിവിലേജ് ടീം ഓഫീസറിന്റെ അടുത്താണ് എത്തുന്നത്. കത്തിലെ ചില ഹാംഫുൾ ആയ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷമാണ് നാൻസിയുടെ കയ്യിൽ പ്രിവിലേജ് ടീം എത്തിച്ചിരുന്നത്. അതിനെക്കുറിച്ച് നാൻസിക്കും അറിയാമായിരുന്നു. അത് പ്രിവിലേജ് ടീമിന്റെ പ്രോട്ടോകോളാണ്. അങ്ങനെ നാൻസിയുടെ അടുത്ത് വീണ്ടും മുഹമ്മദ് അയച്ച കത്തുകൾ എത്തി. ആ കത്തിലുണ്ടായിരുന്നത് തന്റെ രണ്ടാമത്തെ പോലീസ് ഇന്ററോഗേഷനെ പറ്റിയാണ്. തനിക്ക് എങ്ങനെയാണ് ഒസാമയുടെ അക്കൗണ്ടിൽ നിന്ന് പണം വന്നത് എന്ന് അവർ തന്നോട് ചോദിച്ചു. അത് അൽഖ്വയ്ദയിൽ ചേർന്ന തന്റെ കസിൻ അവന്റെ സിസ്റ്ററിന്റെ കല്യാണത്തിന് അയച്ചു തന്ന പൈസയാണ്. അല്ലാതെ തനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇത് കേട്ട ഓഫീസേഴ്സ് അതൊന്നും വിശ്വസിച്ചില്ല. ഇതേ സമയം നിസ്കരിക്കാൻ വീണ്ടും എത്തിയ മുഹമ്മദിന് അടുത്ത സെല്ലിലുള്ള ആൾ ഒരു ഫുട്ബോൾ എടുത്തിട്ട് കൊടുത്തു. നിനക്ക് ബോറടിക്കുകയാണെങ്കിൽ ഇത് തട്ടിക്കളിച്ചുകൊള്ളാൻ അയാൾ പറഞ്ഞു. എന്നാൽ മുഹമ്മദിന് തന്റെ കുട്ടിക്കാലത്ത് മൗറിറ്റേനിയയിൽ താൻ ഫുട്ബോൾ കളിച്ചിരുന്ന കാലമാണ് ഓർമ്മ വന്നത്. അങ്ങനെ 2015 അമേരിക്കയിൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് വരികയും ആ ആക്ടിനെ തുടർന്ന് സ്ലാഹിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായി ടെറിയും നാൻസി ഹോളണ്ടും കൂടി ഇൻഫർമേഷൻ സെന്ററിൽ പോകും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ഡേറ്റയും എൻക്രിപ്റ്റഡ് ആയിരുന്നു. എന്നാൽ അവർക്ക് അവിടെ നിന്നും മുഹമ്മദ് സ്ലാവിയുടെ ഫാമിലിയെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ കിട്ടി. എന്നാൽ മുഹമ്മദിന്റെ കേസിൽ താൻ അറിയാത്ത എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സ്റ്റുവർട്ട് മുഹമ്മദ് സ്ലാഹിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ വേണമെന്ന് മേജർ ജനറലോട് പറഞ്ഞു. എന്നാൽ അതൊന്നും തരാൻ പറ്റില്ല, ഇവിടെ ഉള്ളത് വെച്ച് താൻ കേസ് അന്വേഷിച്ചാൽ മതി എന്ന് ജനറൽ സ്റ്റുവർട്ടിനോട് പറഞ്ഞു. എന്നാൽ ഈ കേസ് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കാതിരുന്ന സ്റ്റുവർട്ട് അടുത്ത ദിവസം ഈ കേസ് മുൻപ് അന്വേഷിച്ചിരുന്ന തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. ഫ്രണ്ടിന്റെ വീട്ടിലെത്തി ഫുട്ബോൾ മാച്ചൊക്കെ കണ്ട ശേഷം ഫ്രണ്ടിനോട് മുഹമ്മദ് സ്ലാഹിയെ കുറിച്ച് ചോദിച്ചു. എന്നാൽ അത് പറയാൻ കഴിയില്ല എന്നും അത് തന്റെ ഏജൻസിയുടെ പ്രോട്ടോകോൾ ആണ് എന്നും സ്റ്റുവർട്ടിന്റെ ഫ്രണ്ട് സ്റ്റുവർട്ടിനോട് പറഞ്ഞു. എന്നാൽ മുഹമ്മദ് സ്ലാവിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയ നാൻസിയും ടെറിയും അടുത്ത ദിവസം തന്നെ മുഹമ്മദിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം മുഹമ്മദിന് ഒരുപാട് ഇഷ്ടമുള്ള ആ ഒരു ഡ്രിങ്ക്സ് കൊടുത്തു. അപ്പോൾ മുഹമ്മദ്, നിങ്ങൾ എൻ്റെ അമ്മയെ കണ്ടിരുന്നുവല്ലേ, അവരാണ് ഇത് തന്നയച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇൻഫർമേഷൻ സെന്ററിൽ നിന്നാണ് ടെറിക്കും നാൻസി ഹോളണ്ടിനും കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാലും അവർ മുഹമ്മദിന്റെ അമ്മയെ കണ്ടു എന്ന് കള്ളം പറഞ്ഞു. എന്നാൽ അതിനിടയിൽ മുഹമ്മദിന്റെ കത്ത് ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് തങ്ങൾക്ക് എഡിറ്റ് ചെയ്താണ് കിട്ടുന്നത് എന്ന് ടെറി അറിയാതെ പറഞ്ഞുപോയി. എന്നാൽ ഇത് കേട്ട് ടെൻഷനായ മുഹമ്മദിനോട് നാൻസി, ഞാൻ നിന്റെ കേസെല്ലാം നോക്കിക്കൊള്ളാം, നീ അതോർത്ത് പേടിക്കണ്ട എന്ന് പറയും. മുഹമ്മദിനെ ആശ്വസിപ്പിച്ച ശേഷം തങ്ങൾക്ക് പോകാനുള്ള ബസ്സും കാത്തിരിക്കുകയാണ് ടെറിയും നാൻസിയും. എന്നാൽ ടെറിയോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നാൻസി ഒരു കോഫി കുടിക്കാനായി പോയി. എന്നാൽ അവിടെ ആ കേസ് അന്വേഷിക്കുന്ന ഓഫീസർ പീറ്ററും ഉണ്ടായിരുന്നു. സ്റ്റുവർട്ട് വന്ന് നാൻസി ഹോളണ്ടിനെ പരിചയപ്പെട്ട ശേഷം, നിങ്ങളാണല്ലേ മുഹമ്മദ് സ്ലാഹിയുടെ കേസ് അന്വേഷിക്കുന്നത്, ഞാനും അയാളുടെ കേസാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള ഭീകരന്മാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എന്നാൽ ഞാൻ ആരെയും രക്ഷിക്കാൻ ശ്രമിക്കുകയല്ല, അയാളെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കോടതി തീരുമാനിച്ചോട്ടെ അയാൾ പ്രതിയാണോ വാദിയാണോ എന്നൊക്കെ. അതെ, കോടതി തീരുമാനിക്കട്ടെ എന്ന് സ്റ്റുവർട്ടും മറുപടി പറയും. എന്നാൽ അടുത്ത ദിവസം തന്നെ സ്റ്റുവർട്ട് മുഹമ്മദ് സ്ലാഹി ഇതിനു മുൻപ് കിടന്ന ജയിലിൽ പോയി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. മുഹമ്മദിനെ അവർ പാർപ്പിച്ചിരുന്ന ഇടുങ്ങിയ ജയിലും അയാൾ പോയി കണ്ടു. എന്നാൽ ആ ജയിൽ മേധാവിയായ മേജറിനോട് മുഹമ്മദ് സ്ലാഹിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്റ്റുവർട്ടിനെ അയാൾ ഒഴിവാക്കി. എന്നാൽ ഇതേ സമയം ജയിലിലുള്ള മുഹമ്മദ് സ്ലാവിയെ എന്നത്തെയും പോലെ നിസ്കാരത്തിനായി വിളിക്കാനായി പട്ടാളക്കാർ സെല്ലിലേക്ക് പോയി. സെല്ലിലെത്തിയ മുഹമ്മദിനെയും കൂട്ടി ആ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ എന്നത്തെയും പോലെ അടുത്തുള്ള
സെല്ലിലുള്ള ആൾ മുഹമ്മദിനോട് സംസാരിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ ഫാമിലിയെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ ഫാമിലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഫ്ലാഷ് ബാക്കിലോട്ട് പോയ മുഹമ്മദും താൻ ജർമ്മനിയിലുണ്ടായിരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതും അവളെ വിവാഹം ചെയ്തതും പെട്ടെന്ന് അവൻ്റെ മൈൻഡിലേക്ക് വന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടക്കുന്നതും. മുഹമ്മദ് തൻ്റെ കഥയെല്ലാം അയാളോട് പറഞ്ഞു. എന്നാൽ ഇതേ സമയം നാൻസിക്ക് മുഹമ്മദുവിൻ്റെ ഈ സ്റ്റോറി ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് കിട്ടിയിരുന്നു. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും മുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ ഓഫീസേഴ്സ് എത്തി. എന്നാൽ താൻ ഒരിക്കലും അൽഖ്വയ്ദയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നും 1991-92 കാലഘട്ടത്തിൽ തൻ്റെ രാജ്യത്ത് യുദ്ധം നടന്നപ്പോൾ അൽഖ്വയ്ദയുടെ ഒപ്പം ചേർന്ന് പരിശീലനം നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് തെറ്റാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ സംഘടന വിട്ടു എന്നും പിന്നെ അവരുമായി ഒരിക്കലും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നും മുഹമ്മദ് അവരോട് പറയും. എന്നാൽ അടുത്ത ദിവസം വീണ്ടും മുഹമ്മദിനെ നിസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അടുത്ത സെല്ലിലുള്ള ആൾ മുഹമ്മദിന് ഒരു ഫുട്ബോൾ ഇട്ട് കൊടുക്കും. അതിനുശേഷം മുഹമ്മദ് അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ വളരെയധികം ഡിപ്രസ്ഡായി മുഹമ്മദിനോട് സംസാരിക്കും. സെല്ലിൻ്റെ അടുത്തേക്ക് ചെന്ന ശേഷം മുഹമ്മദ് അയാളെ സമാധാനിപ്പിക്കും. താൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, താൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും. എന്നെ എൻ്റെ ഉമ്മ കാത്തിരിക്കുന്നത് പോലെ തനിക്കും ഒരു ഫാമിലി ഇല്ലേ എന്ന് മുഹമ്മദ് അയാളോട് ചോദിക്കും. എന്നിട്ട് മുഹമ്മദ് തൻ്റെ ഉമ്മയെക്കുറിച്ച് അയാളോട് പറയും. എന്നാൽ മുഹമ്മദ് പെട്ടെന്ന് ആ സെല്ലിൽ ഒരു പിടിവലിയുടെ ശബ്ദം കേട്ട് സെല്ലിൻ്റെ വിടവിലൂടെ നോക്കുമ്പോൾ അയാളെ 2 പട്ടാളക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു റിപ്പോർട്ടർ നാൻസി ഹോളണ്ടിനെ കാണാനായി വരും. എന്നിട്ട് നാൻസി ഹോളണ്ടിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചോദിക്കും, നിങ്ങൾക്ക് നാണമില്ലേ നമ്മുടെ രാജ്യത്തിനെതിരായി നിൽക്കുന്ന ഒരു ഭീകരന് വേണ്ടി വാദിക്കാൻ? എന്നാൽ കഴിഞ്ഞ 8 വർഷമായി അയാളുടെ പേരിൽ യാതൊരു കേസും തന്നെ ഇല്ല. എന്നിട്ടും അയാളെ തടവിലിട്ടിരിക്കുകയാണ്. അയാൾ കുറ്റക്കാരനാണെങ്കിൽ കോടതി ശിക്ഷിച്ചോട്ടെ, പക്ഷേ അയാളെ കോടതിയുടെ മുന്നിൽ എത്തിക്കുക എന്നത് എൻ്റെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞു നാൻസി ഹോളണ്ട് ആ റിപ്പോർട്ടറിനെ അവിടെ നിന്ന് പറഞ്ഞയക്കും. എന്നാൽ അടുത്ത ദിവസം സ്റ്റുവർട്ട് തൻ്റെ ഓഫീസിലെത്തുമ്പോൾ മുഹമ്മദിനെ കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റുവർട്ടിനെ ഹെൽപ്പ് ചെയ്ത ഒരു പോലീസുകാരനെ അവിടെ നിന്ന് മേജർ ജനറൽ സ്ഥലം മാറ്റും. എന്നാൽ അടുത്ത ദിവസം നിസ്കരിക്കാൻ കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവരുമ്പോൾ തൻ്റെ സുഹൃത്തിനെ കണ്ടില്ല എന്ന് മുഹമ്മദ് പട്ടാളക്കാരനോട് ചോദിക്കും. എന്നാൽ ആദ്യം മറുപടി നൽകാതിരുന്ന പട്ടാളക്കാരൻ മുഹമ്മദിൻ്റെ വിഷമം കണ്ട് മുഹമ്മദിനോട് പറയും അവൻ ഇന്നലെ സൂസൈഡ് ചെയ്തു. ഇത് കേട്ട മുഹമ്മദ് കുറച്ചു നേരം മരവിച്ച് നിന്നുപോകും. തിരിച്ച് തൻ്റെ സെല്ലിലെത്തിയ മുഹമ്മദ് കൈയും കാലും വൃത്തിയാക്കിയ ശേഷം തൻ്റെ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്നാൽ ഇത് കേട്ട് തൻ്റെ തൊട്ടടുത്ത സെല്ലിലുണ്ടായിരുന്ന എല്ലാവരും ആ മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നു. വർഷം 2008 മുഹമ്മദിൻ്റെ കേസിനായി നാൻസിയും ടെറിയും കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഭീകരന് വേണ്ടി വാദിക്കുന്ന നാടിനെ ഒറ്റിക്കൊടുത്തവളാണ് നീയെന്ന് പറഞ്ഞ് ടെറിയെയും നാൻസിയെയും ആളുകൾ ആക്രമിക്കുന്നു. എന്നാൽ അവരിൽ നിന്നും രക്ഷപ്പെട്ട് ഒരുവിധം കോടതിക്കുള്ളിലെത്തിയ നാൻസി കഴിഞ്ഞ 9 കൊല്ലമായി ഒരു കേസ് പോലും ഫയൽ ചെയ്യാതെ മുഹമ്മദിനെ ജയിലിലിട്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ കേസിന് ട്രയൽ നടത്തണമെന്ന് നാൻസി കോടതിയോട് പറയുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. കോടതി അത് അംഗീകരിച്ചത് കൊണ്ട് തന്നെ മുഹമ്മദിനെതിരെ കഴിഞ്ഞ 9 കൊല്ലമായി പട്ടാളക്കാർ ശേഖരിച്ച എല്ലാ തെളിവും ആക്സസ് ചെയ്യാൻ നാൻസിക്കും ടെറിക്കും കോടതി ഉത്തരവ് നൽകും. അങ്ങനെ ഇൻഫർമേഷൻ സെന്ററിലെത്തിയ നാൻസിയും ടെറിയും മുഹമ്മദിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വായിക്കാൻ തുടങ്ങും. മുഹമ്മദിൻ്റെ പോലീസ് ഡയറി വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുഹമ്മദ് താൻ ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞു എന്ന് ടെറി കാണും. അത് അവൾ കൊണ്ടുവന്ന് നാൻസിയെ കാണിച്ച ശേഷം നമ്മൾ ഒരു കുറ്റവാളിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്, അവൻ ചെയ്ത തെറ്റുകളെല്ലാം അവൻ ഏറ്റെടുത്തതാണ്, അവൻ നമ്മളോട് പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് ടെറി നാൻസിയോട് പറയും. എന്നാൽ സ്വന്തം വക്കീലിനോട് കക്ഷി കള്ളം പറയുന്നത് ഇത് ആദ്യമായൊന്നുമല്ല. പിന്നെ നമ്മൾ ഒരിക്കലും അവനെ രക്ഷിക്കാൻ നോക്കുകയല്ല, അവനെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ നോക്കുകയാണ്. കോടതി തീരുമാനിക്കട്ടെ അവൻ കുറ്റക്കാരനാണോ എന്ന്. എന്നാൽ എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല, ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് ടെറി അവിടെ നിന്ന് പോകും. പോലീസ് ഡയറി വായിച്ച ശേഷം നാൻസി മുഹമ്മദിനെ കാണാനായി ജയിലിലേക്ക് പോകും. അവിടെ എത്തിയ ശേഷം നീ നമ്മളോട് എന്തിനാണ് കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കും. നീ കുറ്റം ഏറ്റെടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷേ പോലീസ് ഡയറിയിൽ നീ കുറ്റം ഏറ്റെടുത്തു എന്നാണല്ലോ കാണിച്ചിരിക്കുന്നത്. എന്നാൽ താൻ ഒരിക്കലും ആ കുറ്റം ഏറ്റെടുത്തതല്ല, തൻ്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിശ്വസിക്കാം. മുഹമ്മദിനോട് സംസാരിച്ച ശേഷം മടങ്ങി വരുമ്പോഴും മുഹമ്മദ് പറയുന്നത് സത്യമാണോ എന്ന സംശയം നാൻസിക്കുണ്ടായിരുന്നു. എന്നാൽ അതേ രാത്രി തന്നെ സ്റ്റുവർട്ട് ഒരു പാർട്ടിക്ക് പോവുകയുണ്ടായി. എന്നാൽ പാർട്ടിയിൽ വെച്ച് തൻ്റെ ഫ്രണ്ടിനെ കാണുകയും മുഹമ്മദിൻ്റെ കേസിനെ പറ്റി ചോദിക്കുകയും ചെയ്യും. എന്നാൽ പെട്ടെന്ന് ഇമോഷണലായ സ്റ്റുവർട്ടിൻ്റെ ഫ്രണ്ട് നിനക്ക് മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോടൊപ്പം വരാൻ പറഞ്ഞു പോലീസ് റെക്കോർഡ് കളക്ട് ചെയ്തിരിക്കുന്ന ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിയ ശേഷം മുഹമ്മദിൻ്റെ പോലീസ് റെക്കോർഡ് സ്റ്റുവർട്ടിന് വായിക്കാനായി കൊടുക്കും.
എന്നാൽ ഇതേ സമയം നാൻസിയും മുഹമ്മദ് അവസാനമായി തനിക്ക് അയച്ച ലെറ്റേഴ്സ് വായിക്കുകയായിരുന്നു. അതിലുണ്ടായിരുന്നത് 2003 വേറെ കുറെ പട്ടാളക്കാർ തൻ്റെ സെല്ലിലേക്ക് വന്ന് തന്നെ പിടിച്ചുകൊണ്ട് ഒരു തണുത്ത റൂമിൽ കൊണ്ടുപോയി 2 ദിവസം നിർത്തിയ ശേഷം തന്നെ ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം ഉറക്കമില്ലാതെ അവശനായ തന്നെ ഒരു ലേഡിയെ കൊണ്ട് അവർ സെക്സ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം മുഹമ്മദിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഒരു തണുത്ത മുറിയിൽ കൊണ്ട് നിർത്തിയ ശേഷം ഓരോ ദിവസവും മേജർ ജനറൽ വന്ന് നീ ഈ കേസ് സമ്മതിച്ചാൽ നിന്നെ ഞാൻ പുറത്തു വിടാം, അല്ലെങ്കിൽ നിന്റെ ഉമ്മയെ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെയുള്ള പ്രതികളെ കൊണ്ട് റേപ്പ് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയും. എന്നിട്ട് ആ തണുത്ത മുറിയിൽ കൊണ്ട് നിർത്തിയ ശേഷം വളരെ ഉച്ചത്തിൽ പാട്ടിട്ട് മുഹമ്മദിനെ ടോർച്ചർ ചെയ്തു. എന്നിട്ട് മുഹമ്മദിനെ ഇൻറ്ററോഗേറ്റ് ചെയ്യാനായി ഒരു പോലീസുകാരിയെ മാസ്ക് ഇട്ട് പറഞ്ഞയക്കും. പക്ഷേ മുഹമ്മദിന്റെ അവസ്ഥ കണ്ട് സങ്കടം വന്ന ആ പട്ടാളക്കാരി തന്റെ മാസ്ക് ഊരിയ ശേഷം കരഞ്ഞുകൊണ്ട് മുഹമ്മദിനോട് ചോദിക്കും, എന്തിനാണ് താൻ ഇത്രയധികം വേദനകൾ സഹിക്കുന്നത്, അതങ്ങ് സമ്മതിച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പോഴേക്കും കുറെ പട്ടാളക്കാർ വന്ന് മുഹമ്മദിനെ അവിടെ ഇട്ട് തല്ലിയ ശേഷം അവിടെ നിന്ന് വലിച്ചിഴച്ച് ഒരു ബോട്ടിൽ കയറ്റി കടലിൽ കൊണ്ടുപോയി മുഹമ്മദിനെ ശ്വാസം മുട്ടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യും. ഇത്രയും അടികൊണ്ട മുഹമ്മദ് മെന്റലിയും ഫിസിക്കലിയും വളരെയധികം തളർന്നുപോയി. ഇതൊക്കെ വായിച്ച സ്റ്റുവർട്ടിൻ്റെയും നാൻസിയുടെയും കിളി തന്നെ പോയി. ഇത്രയും ടോർച്ചറൊക്കെ ചെയ്ത ശേഷം നിന്റെ അമ്മ നമ്മുടെ കയ്യിലുണ്ട് എന്നും ഇവിടെയുള്ള പ്രതികളെ കൊണ്ട് അവരെ റേപ്പ് ചെയ്ത് കൊല്ലുമെന്നും പറയും. ഇത് കേട്ട മുഹമ്മദ് സഹികെട്ട് താനാണ് ഈ കുറ്റങ്ങളെല്ലാം ചെയ്തതും താൻ അൽഖയ്ദയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഒപ്പിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് മുഹമ്മദിനെ കൊണ്ട് ആ കുറ്റം അവർ സമ്മതിപ്പിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വായിച്ച സ്റ്റുവർട്ട് അടുത്ത ദിവസം തന്നെ മേജറിനെ പോയി കണ്ട ശേഷം നിങ്ങൾ ഒരു മനുഷ്യനെ ക്രൂരമായി ഉപദ്രവിച്ച് അവന്റെ മേലിൽ ആ കേസ് കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കില്ല. ഞാൻ മുഹമ്മദിനെ രക്ഷപ്പെടുത്താൻ വേണ്ട എല്ലാം ചെയ്യുമെന്ന് പറയും. നീ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന കള്ളനാണ് എന്ന് പറഞ്ഞ് സ്റ്റുവർട്ടിനെ കുറ്റപ്പെടുത്തിയ ശേഷം മേജർ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. ഇതെല്ലാം വായിച്ച ശേഷം മുഹമ്മദിനോട് കൂടുതൽ സ്നേഹം തോന്നിയ നാൻസി തൊട്ടടുത്ത ദിവസം തന്നെ മുഹമ്മദിനെ പോയി കണ്ട ശേഷം താൻ ജയിലിൽ അനുഭവിച്ച കഥകളെല്ലാം ഒരു ബുക്ക് ആക്കണം എന്ന് പറയും. തന്നെ ഈ പട്ടാളക്കാർ ഉപദ്രവിച്ചതെല്ലാം ലോകം അറിയട്ടെ, എന്നിട്ട് തന്നെ രക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയ ശേഷം നാൻസി അവിടെ നിന്ന് പോകും. എന്നാൽ മുഹമ്മദിന്റെ നിരപരാധിത്വം മനസ്സിലാക്കിയ സ്റ്റുവർട്ട് നാൻസിയെ വന്ന് കണ്ട് മുഹമ്മദിനെ രക്ഷപ്പെടുത്താൻ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ടെറിയും മുഹമ്മദിനെ രക്ഷിക്കാനായി നാൻസിയോടൊപ്പം കൂടും. അങ്ങനെ 2009 ഡിസംബർ മാസത്തിൽ മുഹമ്മദിന്റെ കേസിന്റെ അവസാന ഹിയറിംഗ് ആവുന്നു. വീഡിയോ കോൾ വഴി മുഹമ്മദ് ഇത്രയും നാളും ജയിലിൽ അനുഭവിച്ച നരക ജീവിതത്തെക്കുറിച്ച് ജഡ്ജ് മുഹമ്മദിനോട് ചോദിക്കും. ഒരു കുറ്റവും ചെയ്യാതെയാണ് ഇവർ ഇത്രയും കാലം എന്നെ ജയിലിലിട്ടത്. കൂടാത്തതിന് കുറ്റം സമ്മതിക്കാൻ വേണ്ടി എന്നെ ഇവർ ഒരുപാടധികം ഉപദ്രവിച്ചു. ലോകത്ത് ഇത്രയധികം വേദനകൾ നേരിടേണ്ടി വന്ന ഒരു ജയിൽ പുള്ളിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട കോടതിക്ക് മുഹമ്മദിന്റെ നിരപരാധിത്വം മനസ്സിലായി. അങ്ങനെ നീണ്ട 16 കൊല്ലത്തെ ജയിൽ ജീവിതത്തിനൊടുവിൽ കോടതി മുഹമ്മദിനെ വെറുതെ വിടുകയാണ്. ആ ഒരു വിധിയോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.